ഇത്രയും വർഷം നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെടുത്തി ജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്തു കഴിഞ്ഞപ്പോൾ നമുക്ക് ഒന്നുമില്ലാത്തൊരവസ്ഥ, വെറും കൈയോടെ ഞങ്ങൾ ഇറങ്ങിപ്പോകേണ്ട ഒരവസ്ഥയാണ് വരുന്നത്. 3 വർഷം ഞങ്ങൾ ആശാവർക്കറായിട്ട് കയറിയിട്ട് 300 രൂപ ഓണറേറിയം പറഞ്ഞിട്ട് ആ 3 വർഷവും ഞങ്ങൾക്ക് ആ 300 രൂപ ഒന്നും തന്നിട്ടില്ല. പിന്നെ ഞാനൊരു വിധവയാണ്, 2 കുഞ്ഞുങ്ങൾ എനിക്കുണ്ടായിരുന്നു. ഇന്നും എനിക്ക് സ്വന്തമായിട്ടൊരു വീടില്ലാത്ത ആളാണ്. അങ്ങനെ കഷ്ടപ്പെട്ട് ജീവിച്ച് വരുന്ന ഞങ്ങളോട് ഈ പ്രായമായ 90 വയസ്സുള്ള എൻ്റെ ഒരു അമ്മ, ഇങ്ങനെയൊക്കെയുള്ള ഒരു ജീവിത സാഹചര്യത്തിൽ ജീവിക്കുന്ന ഞങ്ങൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ ഞങ്ങൾക്ക് കിട്ടണമെന്നുള്ള ഒരു സമരമാണ് ഞങ്ങൾ ഈ നടത്തുന്നത്. ഞങ്ങളുടെ വീട്ടിലെ കാര്യങ്ങൾക്കൊന്നും ഞങ്ങൾക്ക് പോകാൻ സമയം കിട്ടുന്നില്ല. തീരുമാനമാകണം. ആകുന്നിടം വരെ ഞങ്ങൾ സമരം ചെയ്യും. ആശാപ്രവർത്തകർക്ക് നേരിടുന്ന ബുദ്ധിമുട്ടുകൾ, അവർക്ക് നമുക്കറിയാം, വളരെ തുച്ഛമായ ഓണറേറിയം 233 രൂപ വേതനത്തിലാണ് അവരിന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. രാപകൽ അധ്വാനിക്കുന്ന നമ്മുടെ താഴെത്തട്ടിൽ ആരോഗ്യമേഖല, കേരളത്തിൻ്റെ ആരോഗ്യമേഖല ഒന്നാമതാണ് എന്ന് അഭിമാനിക്കുമ്പോൾ അതിന് താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന ആശമാരെ മറന്നു പോകുന്നത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. അത്തരത്തിൽ മറക്കുന്ന സർക്കാരിനെതിരെ ഇവരെ സമരം ചെയ്യുമ്പോൾ അതിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് മഹിളാ കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഞങ്ങളിവിടെ എത്തുകയായിരുന്നു. കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിലൂടെ അറിയുകയുണ്ടായി ഇവർ രാപകൽ സമരം നടത്തുന്നവർ ഭക്ഷണം പാചകം ചെയ്ത് ഇവിടെ തന്നെയാണ് നിൽക്കുന്നതെന്ന്. അപ്പോൾ അവർക്ക് വെറുതെ വന്ന് ഐക്യദാർഢ്യം പറയുന്നതിന് അപ്പുറമായിട്ട് അവർക്കൊരു കൈത്താങ്ങ് നൽകുന്നതിന് വേണ്ടി ഞങ്ങൾ ആശാപ്രവർത്തകരും ഞങ്ങളെല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് അവിടെ പരിപ്പുവട ചലഞ്ച് കരുവാറ്റ പഞ്ചായത്തിൽ ഞങ്ങൾ നടത്തുകയുണ്ടായി. അതിൽ നിന്ന് ലഭിച്ച തുക ഇന്നിവിടെ ഞങ്ങളുടെ ജില്ലാ കമ്മിറ്റി അംഗങ്ങളും സഹകരിച്ച് ആ തുക ഞങ്ങൾ ഇന്നിവിടെ ജില്ലാ പ്രസിഡന്റ് ഈ സമരപന്തലിൽ കൈമാറുകയും ചെയ്തു. വളരെ സന്തോഷത്തോടുകൂടി ഞങ്ങൾ ഇന്നിവിടെ നിൽക്കുമ്പോൾ നമ്മുടെ സാധാരണക്കാരായ ജനങ്ങളുടെ, നമ്മുടെ അമ്മമാരുടെ സമരമാണിത്. ഈ സമരത്തെ കാണാതെ പോകുക എന്നുള്ളത് കേരള രാഷ്ട്രീയത്തിന് അല്ലെങ്കിൽ കേരള ജനതയ്ക്ക് ഒരിക്കലും കണ്ടു നിൽക്കാൻ കഴിയുന്നൊരു കാര്യമല്ല. നമ്മുടെ സർക്കാർ എന്താണ് ഇങ്ങനെ കാണിക്കുന്നത് നമുക്ക് മനസ്സിലാകുന്നുമില്ല. ഇവരുടെ ആവശ്യങ്ങൾ, ഏറ്റവും ന്യായമായ ആവശ്യങ്ങൾ കണ്ടുകൊണ്ട് അവർക്കതിന് വേണ്ടുന്ന നടപടി ഉണ്ടാവണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവരുടെ ഈ സമരത്തിന് എല്ലാവിധ ഐക്യദാർഢ്യവും അറിയിച്ചുകൊണ്ട് ഞങ്ങൾ അറിയിക്കുകയാണ്. 29 പേര് വന്നിട്ടുണ്ട്. ഇപ്പോൾ സമരത്തിനെ പറ്റി പറയാമെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ അറിഞ്ഞുകൊണ്ട് ഈ നേതാക്കൾ തുടങ്ങിയ ഒരു സമരമാണിത്. ഞങ്ങൾ എല്ലാ ആശാവർക്കർമാരെല്ലാം ഇതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നുണ്ട്. ഞങ്ങൾ 7000 രൂപയാണ് ഞങ്ങൾക്ക് ഓണറേറിയം തരുന്നതെങ്കിലും ഈ 7000 രൂപയ്ക്ക് പല മാനദണ്ഡങ്ങളുണ്ട്. അത് കാരണം ആ വർക്കുകൾ ചെയ്തെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഓണറേറിയം കിട്ടാറുള്ളൂ. അതിൽ പല മീറ്റിങ്ങുകളും പല വർക്കുകളും ചെയ്തെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഈ 7000 രൂപ കിട്ടാറുള്ളൂ. അതുപോലെ തന്നെ ഞങ്ങൾക്ക് പോളിയോ, അശ്വമേധം, ശൈലി, അതിനെല്ലാം ഓരോ തുകകളാണ് ഞങ്ങൾക്ക് തരുന്നത്. അതുപോലെ തന്നെ വർഷങ്ങളായിട്ട് ഞങ്ങൾ പോളിയോ കൊടുക്കാനായിട്ട് ഞങ്ങൾ അതിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ പോളിയോ കൊടുക്കുന്നതിനും അതുപോലെ തന്നെ പോളിയോയ്ക്ക് ഞങ്ങൾ എല്ലാ കുട്ടികളെയും പറഞ്ഞു വിടുന്നെങ്കിലും അടുത്ത ദിവസം ഞങ്ങൾ വീടുകൾ കയറി മാർക്ക് ചെയ്ത് കുട്ടികൾ വന്നോ എന്ന് നോക്കണം. അതിന് എന്ന് തുടങ്ങിയോ അന്ന് മുതൽ ഞങ്ങൾക്ക് 75 രൂപയാണ് തരുന്നത്. ആ 75 രൂപ കഴിഞ്ഞ പ്രാവശ്യത്തെ ഞങ്ങൾക്ക് ഇപ്പോഴും കുടിശ്ശികയാണ്. ഞങ്ങൾ ഇപ്രാവശ്യം അതുകൊണ്ട് പറഞ്ഞിരിക്കുകയാണ്, ഈ പ്രാവശ്യം ഞങ്ങൾ ആശാവർക്കർമാർ പോളിയോയിൽ പങ്കെടുക്കത്തില്ലെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ഈ സമരത്തിൽ ഞങ്ങൾ എല്ലാവരും എന്ന് വരെ ഇത് ചെയ്യുന്നു അന്ന് വരെ ഞങ്ങൾ പൂർണ്ണ പിന്തുണ ഞങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുക. ഇന്ന് ഞങ്ങൾ 3-4 പ്രാവശ്യം ഞങ്ങൾ തിരുവനന്തപുരത്ത് വന്നിട്ടുണ്ട്.